ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെട്ട സാധനം ശരിക്കും അഭിഭാഷകൻ്റെ ഡയറിക്കുറിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. മമ്മൂക്കൻ്റെ പടം, കെ മധുവിൻ്റെ എസ്.എൻ. സ്വാമി സാറിൻ്റെ സ്ക്രിപ്റ്റിലുള്ള ഒരു കള്ളൻ സാക്ഷി പറയുന്നതാണ് എൻ്റെ ആദ്യം ശ്രദ്ധിക്കപ്പെട്ട സംഭവം. ലഭ്യം പോയ സമയത്തൊക്കെ ആ സീനുകൾ കാണുമ്പോൾ വളരെ രസം തോന്നുന്നുണ്ട്. കാരണം എത്രയോ കാലം മുമ്പ് കണ്ടതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. ഇത് ഞാൻ സാറിന് സമ്മതിച്ചു പോയത് ഒരു കാര്യം അതാണ്. കാരണം ഞാൻ അന്ന് രാവിലെ ഷൂട്ടിന് ചെല്ലുന്നു. പിന്നെ ലാൽ സാറ് കുത്തി ഒഴുകുന്ന പുഴേൻ്റെ നടുക്ക് തെരപ്പൻ മാതിരി നമ്മളെ മരം കൊണ്ട് കെട്ടിയിട്ടുള്ള തെരപ്പൻ്റെ മേലെ ഭയങ്കരമായ ഒഴുക്കിൻ്റെ നടുക്ക് മുളയും കുത്തിങ്ങാണ്ട് പെരും മഴ. ഞാനൊക്കെ ഇങ്ങനെ മഴയത്ത് ചോലേനകത്ത് ഇങ്ങനെ തണുത്ത് വരച്ചിട്ട് ഇങ്ങനെ രാവിലെ 6-6 മണി തണുത്ത് കഴിയുമ്പോൾ കക്ഷി വെറും ഒരു കള്ളി കൊണ്ടും ഒരു കള്ളി ഷർട്ട് ഇട്ടിട്ട് പെരും മഴയും കൊണ്ട് തിരക്കിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറും കൂടെ കടന്നു പോയിട്ട് രണ്ടാമത് മടങ്ങി വന്നും കണ്ട് എന്നോട് ചോദിച്ച് നമ്മളൊപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്നല്ലേ. ഞാനവിടെ ഞെട്ടിപ്പോയി. ജയരാജ് കോഴിക്കോടാണ്. ജയരാജ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പം അടുത്തൊരു മൈൽ സ്റ്റോൺ എം ടി സാറിന്റെ ഒരു ചെറുകഥകൾ ആസ്പദമാക്കിയുള്ള ആന്തോളജിയിൽ അഭിനയിക്കുന്നു. അതും പ്രിയദർശൻ സാർ ഡയറക്റ്റ് ചെയ്യുന്നത് ഓളവും തീരവും. സോ എന്താണ് ആ ക്യാരക്ടറിനെ പറ്റി എന്താ പറയാനുള്ളത്? ക്യാരക്ടറിനെ പറ്റി ഞാൻ ആ പടം പഴയ പടം കണ്ടിരുന്നു. ഓളവും തീരവും എന്നാണ് പഴയ പടം. അത് ചെയ്തിരിക്കുന്നത് കോഴിക്കോട്ടുകാരനായ നിലമ്പൂർ ബാലേട്ടനാണ്. നിലമ്പൂർ ബാലേട്ടൻ ചെയ്ത വേഷമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അപ്പം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ക്യാരക്ടർ കുറച്ചുള്ളതാണെന്നും പിന്നെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആളുടെ കോമ്പിനേഷൻ ഉള്ളതാണെന്നൊക്കെ അങ്ങനെ. അപ്പം ലാലേട്ടനാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പേടിയല്ല, പക്ഷെ ഒരു അച്ഛനേക്കായിട്ട് അങ്ങനെ മുമ്പ് 1970 ഈ സിനിമ റിലീസായപ്പോൾ തന്നെ ഒരുപാട് അവാർഡുകളും ബെസ്റ്റ് ഡയറക്ടർ, സ്ക്രീൻ പ്ലേ, ബെസ്റ്റ് മൂവി അങ്ങനെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ തിയേറ്ററിൽ ഒരുപാട് കളക്ഷൻ നേടിയ സിനിമയായിരുന്നു. എനിക്കൊന്നും സ്റ്റുഡിയോയുടെ പുറത്ത് ആ കാലത്ത് ഷൂട്ട് ചെയ്ത വളരെ ചുരുക്കം സിനിമകളിൽ ഒന്നും കൂടെ ആയിരുന്നു. അതിൽ ആദ്യത്തെ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. പുറത്ത് ഷൂട്ട് ചെയ്ത പി.എൻ. മേനോൻ ആദ്യം പുറത്ത് ഷൂട്ട് ചെയ്ത പടമാണ് ഓളം തീരുന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റിയൽ സ്റ്റണ്ട് അതുവരെ അല്ലാത്ത ആ ക്യാരക്ടർ തന്നെ വെച്ചിട്ടുള്ള റിയൽ സ്റ്റണ്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്നത്തെ പിന്നെ വാർത്തകളൊക്കെ വന്നിരുന്നത്. അന്നത്തെ ആ സിനിമയുടെ ഡ്യൂറേഷനിൽ നിന്ന് ഇതൊരു 50 മിനിറ്റ്സ് അടുപ്പിച്ചാണ് ഈ ഓളവും തീരവും എന്നുള്ളത്. അപ്പോൾ ആ സിനിമ ചുരുക്കുന്നതനുസരിച്ച് അതിലെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ? ഞാൻ ഈ പടം കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ പ്രിയൻ സാർ ചെയ്യുന്ന പടം ഞാൻ കണ്ടില്ല. ഞാൻ അന്നത്തെ പടം കണ്ടിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നെ അതിനകത്തുള്ള കുറേ പ്രേമരംഗങ്ങളും കുറേ രംഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ അതിൻ്റെ മെയിൻ ക്യാരക്ടറെ മാത്രം ബാധിച്ചുകൊണ്ടുള്ള അങ്ങനെയായിരിക്കും അത് ചുരുക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷന് കാരണം ഇത് വെറും കഴമ്പ് മാത്രം എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ടാവും. എന്താ പ്രത്യേകിച്ചും പ്രിയൻ സാർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പും കൂടി ഉണ്ടാവും. എന്തായാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. എല്ലാ പിന്നെ ചേരുവകളും ചേർത്തിട്ട് തന്നെയായിരിക്കും അത് സൃഷ്ടിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം തീർച്ചയാണ്. ഈ 9 സിനിമകളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയോടാണ് ഓളം തീരും. അത് ആ പഴയ സിനിമയുടെ ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു കഥ ആളുകളിലേക്ക് എത്താനും ആ ഒരു പുതുമ ഇപ്പോഴും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചിത്രീകരിച്ചത്. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പടം കാണാത്തതിനെ കൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും അതൊരു വെറൈറ്റി ആയിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. കാരണം ഇത്രയും കളർ പടങ്ങളുടെ നടുക്ക് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം. പക്ഷേ ഞാൻ കണ്ട സീനുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നുണ്ട്. ഞാൻ ചെയ്ത സംഭവങ്ങളിലും അല്ലാതെ അങ്ങനെ ഡബ് ചെയ്യാൻ പോയ സമയത്തൊക്കെയാണ് ഞാൻ കണ്ടത്. ഡബ് ചെയ്യാൻ പോയ സമയത്തൊക്കെ ആ സീനുകൾ കാണുമ്പോൾ വളരെ രസം തോന്നുന്നുണ്ട്. കാരണം എത്രയോ കാലം മുമ്പ് കണ്ടതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട്. പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനേക്കാളും ഉള്ള ആ ഒരു പുതിയ എക്യുപ്മെൻറ്റും പുതിയ ടെക്നോളജിയൊക്കെ വരുമ്പം അതിനകത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക രസം അത് വേറെ. പണ്ട് മുതലേ അഭിനയം ആഗ്രഹിച്ച ഒരാളാണ്. അപ്പം പണ്ട് ഈ സിനിമ കാണുമ്പോൾ മധു സാറ് ഈ സിനിമയിൽ അഭിനയിച്ചപ്പം അദ്ദേഹത്തിന്റെ കൂടെ ഒക്കെ സ്ക്രീൻ ഷെയർ ആണെന്ന് ആഗ്രഹിക്കാത്ത സിനിമ ആരാധകരില്ല. അദ്ദേഹം അഭിനയിച്ച അല്ലെങ്കിൽ അതുപോലെ ചെയ്തു വെച്ചൊരു സിനിമയുടെ അത് റീമേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഭാഗമാകുന്നു. അപ്പം അതിന്റെ ഷൂട്ടിംഗ് സമയവും അല്ലെങ്കിൽ പ്രിയൻ സാർ എങ്ങനെയായിരുന്നു ഈ ഓരോ സീനുകളും ഇതിന്റെ ആ ക്യാരക്ടറിനെ പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ എങ്ങനെയായിരുന്നു?
പ്രിയൻ സാറും പിന്നെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടർ നമ്മളെ മുരളിയേട്ടനും കൂടിയായിരുന്നു. ഇവരും കൂടിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയാണൊക്കെ പറഞ്ഞിരുന്നു പിടിച്ച കാര്യങ്ങൾ. പിന്നെ അത്ര വലിയ പിന്നെ വിപുലീകരിച്ച് അങ്ങനെ പറയുന്നൊന്നുമില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തരുന്നതോടുകൂടി നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ടത് മനസ്സിലേക്ക് കയറുന്നുണ്ടായിരുന്നു ആ ക്യാരക്ടറെ കുറിച്ചിട്ട്. പിന്നെ കാണും ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ എന്താ ചെയ്തത് എന്താക്കിയെന്നുള്ള. പിന്നെ ആകെ ഒരു ഭയം പിന്നെ ഡാൻസ് സാറിൻ്റെ കൂടെ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു. കാരണം ഭയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പേടിയല്ല ഉണ്ടായിരുന്നത്. അങ്ങേരെ കൂടെ പിടിച്ച് നിൽക്കണം എന്നുള്ളൊരു ഡയലോഗ് തെറ്റരുത്, പിന്നെ മോശമായി അല്ലെങ്കിൽ ചേർന്ന് പറയാതെ എന്നുള്ള ഒരു വാശിമാതിരി ഉണ്ടായ ഒരു തോന്നിച്ചുണ്ടായിരുന്നു. കോമ്പിനേഷൻ സീനുകൾ ഒരുപാടുണ്ടോ ലാലേട്ടനായിട്ട്? കോമ്പിനേഷൻ സീന ഉള്ളു ഒറ്റയ്ക്ക് ഞാൻ ഒറ്റക്കുള്ള സാധനമില്ല. സാറായിട്ട് ലാലേട്ടൻ്റെ കൂടെ ഉള്ളതേ ഉള്ളു മെയിൻ സാധനങ്ങൾ മുഴുവൻ. അപ്പോൾ അതൊരു ഞാൻ പണ്ടും അറിയാവുന്നതാണ്. ഡയലോഗ് തെറ്റുകയോ അല്ലെങ്കിൽ പറഞ്ഞ മാതിരി അല്ലാതെ വരുവാണെങ്കിൽ പിന്നെ സാറിന് ചിലപ്പം എന്തെങ്കിലും ഭർത്താവുണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള സംശയം കൊണ്ട് അങ്ങനെ ചെറിയ ഭയം ഉണ്ടായി എന്നല്ലാതെ പിന്നെ ചെയ്യുമ്പോൾ സുഖമായിരുന്നു എനിക്ക് തോന്നുന്നത്. യാതൊരു ഭയം കൂടാതെ ആദ്യം തന്നെ ലാലേട്ടൻ തന്നെ അങ്ങോട്ട് കമ്പനിയായി അങ്ങനെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു കണ്ടാണ് അങ്ങനെ ഷൂട്ട് തുടങ്ങിയത്. ലാലേട്ടൻ എങ്ങനെ കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചയപ്പെട്ടതൊക്കെ? അല്ല അങ്ങനെയല്ല, ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പെരുന്നാരൻ എന്ന് പറഞ്ഞ പടത്തിനായിരുന്നു. ഇത് ഞാൻ സാറിന് സമ്മതിച്ചു പോയത് ഒരു കാര്യം അതാണ്. കാരണം ഞാൻ അന്ന് രാവിലെ ഷൂട്ടിന് ചെല്ലുന്നു. പിന്നെ ലാൽ സാറ് കുത്തി ഒഴുകുന്ന പുഴേൻ്റെ നടുക്ക് തെരപ്പൻ മാതിരി നമ്മളെ മരം കൊണ്ട് കെട്ടിയിട്ടുള്ള തെരപ്പൻ്റെ മേലെ ഭയങ്കരമായ ഒഴുക്കിൻ്റെ നടുക്ക് മുളയും കുത്തിങ്ങാണ്ട് പെരും മഴ. ഞാനൊക്കെ ഇങ്ങനെ മഴയത്ത് ചോലേനകത്ത് ഇങ്ങനെ തണുത്ത് വരച്ചിട്ട് ഇങ്ങനെ രാവിലെ 6-6 മണി തണുത്ത് കഴിയുമ്പോൾ കക്ഷി വെറും ഒരു കള്ളി കൊണ്ടും ഒരു കള്ളി ഷർട്ട് ഇട്ടിട്ട് പെരും മഴയും കൊണ്ട് തിരക്കിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സീന് കുറേ ഷൂട്ട് കഴിഞ്ഞ് അങ്ങനെ മഴയത്തിന് നടന്ന് വരുമ്പം ഞാൻ ഷെഡിലുണ്ട്. അപ്പോൾ സാറും കൂടെ കടന്നു പോയിട്ട് രണ്ടാമത് മടങ്ങി വന്നും കണ്ടിട്ട് ചോദിച്ച് നമ്മളൊപ്പം അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ലേ എന്നല്ലേ. ഞാനവിടെ ഞെട്ടിപ്പോയി. കാരണം നമ്മളെ കണ്ടതും കൂടെ അഭിനയിച്ചത് ഒരു ഡയലോഗ് എന്തോന്ന് പറഞ്ഞതാണ്, അന്നേരം ഡയലോഗ് പറഞ്ഞത്. അത് അങ്ങനെ ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നെറ്റി. അതോടുകൂടി തന്നെ നമുക്ക് സത്യം പറഞ്ഞാൽ ആ ഭയം അങ്ങോട്ട് പോയി. പറയുന്ന ആൾക്കാരാണെന്നുള്ളൊരു സുഖമായി ഉള്ളൊരു മൊമെൻ്റായി. പിന്നെ പ്രിയൻ സാറിന് വലിയ കിട്ടിയില്ല. പ്രിയൻ സാറപ്പോഴത്തേനും ബാക്കി എല്ലാ ടെൻഷനിലും അതിലേക്കായിരുന്നു സാറ്. പിന്നെ പുഴയിലകത്ത് വെച്ചിട്ടായിരുന്നു ആദ്യത്തെ പിന്നെ ഒരു ഷോട്ട്. ഞാൻ എന്നെ കാണിച്ചിട്ട് ഒരു പുഴവക്കിൽ ഞാനും വേറെ സംസാരിക്കുന്നത്. അപ്പം കറക്റ്റ് ഫോക്കസ് ഒന്നും കിട്ടാതെ ഇങ്ങനെ നിൽക്കുന്ന ടെൻഷനും എല്ലാം കൂടിയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കത് കൂടുതൽ അങ്ങനെ പ്രിയൻ സാറിനായിട്ട് സംസാരിക്കാനോ പ്രിയൻ സാറിൻ്റെ അതിനെ മിങ്കിലാനോ പറ്റിയില്ല. ഈ നേരത്തെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളും സിനിമയും കണ്ടിട്ട് ഇതിലേക്ക് എങ്ങനെയായിരുന്നു എത്തിയത്? മനോരഥങ്ങൾ, ഈ ഓളവും തീരവും എന്ന സിനിമയിലേക്ക് അത് എനിക്ക് തോന്നുന്നു നമ്മളെ MG ശശി സാറാണ് പിന്നെ എന്നെ സെലക്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആരോ പറയുന്നത് കേട്ടായിരുന്നു. MG സാറാണ് എന്നെ വിളിച്ചത് പിന്നെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു മുരളിയായിരുന്നു വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു പടമുണ്ട് പ്രിയൻ സാറാ ചെയ്യുന്നത്. അപ്പോഴും ഇതൊന്നും നമ്മളറിയുന്നില്ല. പ്രിയൻ സാറിൻ്റെ ഒരു പടത്തിൻ്റെ ഒരു ചെറിയൊരിതുണ്ട്. പിന്നെ ഡേറ്റ് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഡേറ്റൊക്കെ നമ്മൾ ഫ്രീ ആണല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ എത്രാം തീയതി മുതൽ ഒന്ന് വരാണ്ട് പറഞ്ഞു. പിന്നെയാണ് സ്ക്രിപ്റ്റല്ല അതിൻ്റെ കാര്യം പറഞ്ഞു തന്നെ. ഇന്ന പടമാണ്, അല്ലാതെ ഇന്ന വേഷം എന്നൊക്കെ. അത് കേട്ട പാടന്നെ ഓടിപ്പോയി ആ പടം എടുക്കുകയും അത് കാണാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്തത്. ഇത് വളരെ കുറച്ച് ദിവസം കൊണ്ടെന്തോ ഷൂട്ട് ചെയ്തതാണെന്നാണ് ഞാൻ വായിച്ചതും കേട്ടതും. ഇതിൻ്റെ ലൊക്കേഷൻസ് ആണെങ്കിലും ഈ പഴയ വർഷങ്ങൾക്ക് മുൻപുള്ള ആ ഒരു ഫീല് തോന്നിക്കാണ്ട് ലൊക്കേഷൻസ് ഒക്കെ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതും എന്നൊക്കെ കേട്ടു. അപ്പം എവിടെയായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് നടന്നതൊക്കെ? എനിക്ക് സ്ഥലത്തിൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ സ്ഥലം ഞാൻ എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ വളരെ കുത്തിയൊഴുകി പോകുന്ന ഒരു പഴയൻ്റെ അടുത്തായിരുന്നു നമ്മുടെ അടുത്തുണ്ടായത് ഒരു സീനുണ്ടായിരുന്നു. പിന്നെ എൻ്റേത് 90% പുഴവക്കത്താണ്. കാരണം മരത്തിൻ്റെയൊക്കെ ബിസിനസ് നടക്കുന്ന മരം മുറിച്ച് കാട്ടിൽ നിന്ന് മുറിച്ചിട്ട് പുഴയിലെ കൂടെ കൊണ്ടുപോകുന്ന ആ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കരാറുകാരനാണ് ഞാൻ. മരം കെട്ടിക്കണ്ട് എവിടെയെല്ലാം എത്തിക്കണം എന്നുള്ളതിൻ്റെ ഈ കുത്തിയൊഴുക്കുന്ന ഒഴുകി പോണ പുഴയിലേക്ക് കൂടെ മരം കൊണ്ടുപോകാൻ ആളില്ലാതെ നിൽക്കുമ്പം
ഇങ്ങനെ അതിന് തയ്യാറായി വരികയും അപ്പം നീ പോകണ്ടെന്നൊക്കെ പറയുന്ന കുറേ സാറിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ശരിക്കും. ഒരു 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 പിന്നെ ഒരു ഫാദറെ പോലെയൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പോൾ നീന് പോകണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇവൻ ഞാനെന്തായാലും പോകുകയാണെന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോൾ വന്ന് നിഷേധിതമായി പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു അങ്ങേര്. അപ്പോൾ ആ ഒരു ക്യാരക്ടറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പം ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ ഹെലൻ എന്ന് പറയുന്നത്. അതിന് മുൻപും കുറേ സിനിമകൾ ചെയ്തു, പക്ഷെ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി നമ്മൾ ചിരി വെച്ച് മാത്രം ഓർത്തെടുക്കാനൊക്കെ തുടങ്ങിയത് ഹെലൻ എന്ന് പറയുന്ന സിനിമ. അപ്പൊ അവിടെ നിന്ന് ആ ഒരു മൈൽ സ്റ്റോൺ. പിന്നീട് പ്രണയം തുടരുന്നു എന്ന സിനിമയില് നായക വേഷം, പിന്നീട് ഇപ്പൊ മനോരഥങ്ങളതും MP സാറിന്റെ സ്റ്റോറി പ്രിയൻ സാർ ഡയറക്ട് ചെയ്യുന്നു, ലാലേട്ടനോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നു. ഇതുവരെയുള്ള ഒരു ജേർണി എങ്ങനെയുണ്ട്? ആദ്യം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് തുടക്കം മുതൽ കുറച്ച് കാലത്തേക്ക് പിന്നെ കുറേ കാലം നാടകമായിരുന്നു എൻ്റെ. ഇപ്പോഴും നാടകം ചെയ്യുന്നുണ്ട്. നാടകമാണ് എൻ്റെ ബേസിക് സംഭവങ്ങളൊക്കെ. ഞാൻ ഇത്ര ആക്ടിങ് ഫ്രീ ആയത് മുഴുവൻ നാടകത്തിൽ കൂടെ ചെയ്ത് കാരണം നാടകത്തിൽ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പിന്നെ ഇത്തിരി ഫ്രീ ആക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. സിനിമയിലേക്ക് വന്നതിന് ശേഷം പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഫീൽഡ് അറിയുന്ന ആരുമില്ല. വീട്ടിൻ്റെ അടുത്താണ് മഹാറാണി എന്നുള്ള മാത്രമേ ഉള്ളൂ സിനിമയും ഞാനായിട്ടുള്ള ബന്ധം. അപ്പോൾ അവിടെ വരുന്ന സിനിമകളിലെ പിന്നെ എക്സിക്യൂട്ടീവ്സിനെയും അവിടെ വരുന്ന പ്രൊഡ്യൂസേഴ്സിനെയും അവിടെ വരുന്ന ആളുകളെയും കാണുക, അല്ലെങ്കിൽ അവിടെ ഷൂട്ടിന് വരുന്ന സമയത്ത് വരുന്ന ഡയറക്ടേഴ്സിനെ പോയി കാണുക, സംസാരിക്കുക, അങ്ങനെയുള്ള ബന്ധമുള്ളായിരുന്നു എനിക്ക് സിനിമയെക്കുറിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പിടിച്ചു പറ്റാനുള്ള പല 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 പ്രശ്നങ്ങളുണ്ട്. കാരണം ഇത് വലിയൊരു സാഗരമായി കിടക്കുന്ന ഈ സിനിമാ ഫീൽഡിൽ നമ്മളെ എത്തിപ്പെടുക, അവിടെ അറിയപ്പെടുക, എല്ലാവരും അറിയപ്പെടുക എന്ന് പറയണമെങ്കിൽ അങ്ങനത്തെ വേഷങ്ങൾ കിട്ടി, അങ്ങനത്തെ ഇതിൽ കിട്ടിയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ശ്രമിച്ച് പറഞ്ഞ ഒരു മീൻസോൺ ഇതിനകത്ത് കിട്ടി. അങ്ങനെ പ്രണയം തുടരുന്ന സിനിമ റിലീസ് ചെയ്തു, അതിൻ്റെ സാറ്റലൈറ്റിലും OTT ഒക്കെ ആയി. അപ്പം ഒരുപാട് പേര് സിനിമ കണ്ടു കഴിഞ്ഞു. അവർ നായകവേഷം കണ്ടിട്ട് കിട്ടുന്ന റെസ്പോൺസ് എങ്ങനെയാണ്? വളരെ നല്ല റെസ്പോൺസ് ആയിരുന്നു. അത് പിന്നെ പലരും പല പ്രാവശ്യം എന്നെ അറിയാത്ത പോലും ആൾക്കാർ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ പടം കണ്ട് വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഒന്നാമത് അതിൻ്റെ ആ ക്യാരക്ടർ അങ്ങനെ ആരും വേദനിപ്പിക്കുന്ന ഒരു 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 ക്യാരക്ടറാണ് അതിൻ്റെ അകത്ത്. അതാണ് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട്. മറ്റേ ഇതിൻ്റെ മാതിരി തന്നെ നമ്മുടെ ഹെലൻ്റെ മാതിരി തന്നെ ആ ക്യാരക്ടർ ഒരു പ്രത്യേകത ഉണ്ട്. ആ ക്യാരക്ടർ അവരുടെ മനസ്സിൽ നിൽക്കുന്നതിനെ കൊണ്ടാണ് ഞാനും കൂടി എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ആ ഒരു കിട്ടലാണ് ഭാഗ്യം സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കപ്പെട്ട സാധനം ശരിക്കും അഭിഭാഷകൻ്റെ ഡയറിക്കുറിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ മമ്മൂക്കൻ്റെ പടം മധുവിൻ്റെ SN സ്വാമി സാറിൻ്റെ സ്ക്രിപ്റ്റിലുള്ള ഒരു കള്ളൻ സാക്ഷി പറയുന്നതാണ് എൻ്റെ ആദ്യം ശ്രദ്ധിക്കപ്പെട്ട സംഭവം. അതിനുശേഷം പിന്നെ സത്യനന്ദിക്കാടിൻ്റെ ചില പടങ്ങൾ, പിന്നെയാണ് നമുക്ക് ഹേലൻ കിട്ടുന്നതും. അത് കഴിഞ്ഞ ശേഷം പിന്നെ പ്രണയം തുടരുന്നു. ഇപ്പോൾ അതിലും നല്ലൊരു സന്ദർഭം വന്നിരിക്കുകയാണ്. ഈ ക്യാരക്ടേഴ്സ് പോലെ തന്നെ മനോരഥങ്ങളിലെ ഈ ഒരു ക്യാരക്ടറും ആൾക്കാരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെ ആയിരിക്കും ഒന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിനകത്ത് 9 സംഭവങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് നല്ലൊരു എല്ലാം നല്ല നടന്മാരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ഇപ്പോൾ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ നല്ല നടന്മാരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാനും അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എത്തിപ്പെട്ട മഹാഭാഗ്യം എന്നേ വിചാരിക്കാൻ പറ്റുന്നുള്ളൂ. ഇത് തുടക്കത്തിൽ ആന്തോളജി ആണ് എന്ന് അറിഞ്ഞു തന്നെയായിരുന്നു, അതോ MP സാറിന്റെ കഥയിൽ പ്രിയൻ സാർ ഇങ്ങനെ ഡയറക്ട് ചെയ്യുന്നു എന്ന് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്? അല്ല, ആദ്യം നമ്മളിങ്ങനെ അഭിനയിക്കാനുണ്ട് നമ്മൾ വിളിക്കുന്നു, പിന്നെയാണ് നമ്മൾക്ക് അറിയുന്നത് ആന്തോളജി ആണെന്നും പിന്നെ ഇങ്ങനെയാണെന്നൊക്കെ. പിന്നെ നമ്മൾ ഏതായാലും എന്ത് കിട്ടിയാലും അഭിനയിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം. വിളിക്കപ്പെടുക, അതിനകത്ത് അഭിനയിക്കുക എന്നുള്ളത്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ആന്തോളജിയാണെന്ന്. അങ്ങനെ എന്തായാലും നമുക്ക് അഭിനയം എന്നുള്ളതാണെങ്കിൽ അത് അഭിനയിക്കുക എന്നുള്ളതാണ്. ഞാൻ പല പരിപാടികളുണ്ട്. ഒന്ന് ഡ്രമ്മറായിരുന്നു, മ്യൂസിക് സംഭവങ്ങളൊക്കെ. ഒരു ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, സീറ്റോൺ ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു വെസ്റ്റേൺ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഓർക്കസ്ട്ര ആയിട്ട് ഞാൻ കുറച്ച് കാലം മ്യൂസിഷ്യൻ്റെ കൂടെ മ്യൂസിക്കിന് പോവുകയും അതിലൂടെ സ്റ്റേജിൽ കുറേ മ്യൂസിക്കുകൾ ആ മ്യൂസിഷ്യനെ സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് അങ്ങനെ സാധനങ്ങൾ. പിന്നെ സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ വൺ മാൻ ഷോകൾ ചെയ്യാറുണ്ട്. മൈം എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഞാൻ ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ
മൈം ചെയ്യുന്ന, ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മൈം ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ പല പരിപാടികളും. പിന്നെ അതുകൂടാതെ ഞാൻ ഇതിനു മുമ്പൊരു പിന്നെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് സമരമാകുന്ന സമയത്ത് കുറേ കാലം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് അങ്ങനെയും പോകും. അങ്ങനെ പല കിട്ടാവുന്ന എല്ലാ പണികളും ആരോഗ്യം കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ പണികളും മെയിനായിട്ട് ചെയ്യാറുണ്ട്. മമ്മൂക്ക പലതവണയായിട്ട് പറയാറുള്ളൂ, ഓരോ സിനിമയും ഓരോ കഥാപാത്രങ്ങളും ചെയ്യുമ്പോൾ വീണ്ടും അഭിനയം അല്ലെ സിനിമ എന്ന് പറയുന്ന കല പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന്. അപ്പോൾ ജയരാജേട്ടനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ സിനിമ അല്ലെങ്കിൽ അഭിനയം പഠിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടൊന്നും വന്നല്ല, നാടകത്തിലൂടെ വന്നു. സിനിമയിലോട്ട് വന്നപ്പോൾ തന്നെ ഉള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഓരോ കഥാപാത്രങ്ങളിൽ നിന്നും എന്തൊക്കെയായിരിക്കും പഠിക്കുന്നത്, അല്ലാതെ ആ കഥാപാത്രങ്ങളിൽ നിന്നും ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അത് നമ്മൾ പറഞ്ഞ മാതിരി, നമുക്ക് പറഞ്ഞ മാതിരി, ഇതൊരു ഭയങ്കര ഒരു നൂറുകണക്കിന് ആളുകൾക്ക് ആയിരക്കണക്കിന് മനസ്സുകളും ആയിരക്കണക്കിന് സ്വഭാവങ്ങളുമാണ്. അപ്പം എനിക്ക് ഇന്നിപ്പോൾ ഒരു നടൻ്റെ വേഷം കിട്ടി, അത് പിന്നെ ഒരു എന്തെങ്കിലും രോഗമുള്ളൊരു ഇത്ര പ്രായമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എവിടെയോ കണ്ട ഒരു രോഗിയായ ഒരാൾ, അത്ര വയസ്സുള്ള ആൾ, അത് ഇന്ന സ്വഭാവമുള്ള ആളുകളെ നമ്മുടെ മനസ്സ് കണക്കൂട്ടി കൊണ്ടാണ് ഈ ഡയലോഗും അതും കൂടി വെച്ച് പൊരുത്തപ്പെടുത്തി അങ്ങനെയല്ല. ഇങ്ങനത്തെ നൂറുകണക്കിന് ആളുകളില്ലേ, ഇങ്ങനത്തെ നൂറുകണക്കിന് വേഷങ്ങളില്ല. അപ്പോൾ അത് നമ്മൾ എത്ര ചെയ്താലും മതിയാവില്ല. നമ്മൾ എത്ര വേഷങ്ങൾ ചെയ്താലും പിന്നെയും അതിൻ്റെ വേറൊരു വേഷം കിട്ടുന്ന സമയത്ത് അതിൻ്റെ വേറൊരു ടൈപ്പായിരിക്കും സാധനങ്ങളുണ്ടാവുക. അപ്പോൾ അത് സാറ് പറഞ്ഞ പോലെ, നമുക്ക് പറഞ്ഞ പോലെ, അതൊരിക്കലും തീരാൻ പോകുന്നില്ല. അതിങ്ങനെ ഒന്ന് കഴിഞ്ഞ് വേറെ ഒന്നാകുമ്പോൾ അതിൻ്റെ 10 തരത്തിൽ വേറെ ഉണ്ടാവും. അതിന് തിരഞ്ഞു പോകുന്ന സമയത്ത് അതിൻ്റെ 10 തരത്തിൽ വേറെ ഉണ്ടാകും. അപ്പം നമുക്കത് എത്രയായാലും മടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനമില്ല. മടുപ്പ് എന്ന് പറഞ്ഞ സാധനം ഇതിനകത്ത് വരാൻ സാധ്യതയില്ല. ഈ പുതിയൊരു വേഷം കിട്ടുമ്പോഴും അതിനകത്ത് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പഠിക്കാനുണ്ടാവും, എൻ്റെ മനസ്സിലാക്കാനുണ്ടാവും, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. അങ്ങനെ ഒരു ക്യാരക്ടറാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആകാംക്ഷയായിരിക്കും കൂടുതലുണ്ടാവുക. എന്നാൽ എനിക്ക് തോന്നട്ടെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോണം, കയറി വരുന്നൊരു കാര്യം ഉറപ്പാണ്. ഇത് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണ്? ഇതിനടുത്ത് പിന്നെ എനിക്കൊരു പ്രതീക്ഷ ഒരു സിനിമ, പിന്നെ സിബി സാറിൻ്റെ അസോസിയേറ്റ് ഒരു തോമസ് സെബാസ്റ്റ്യൻ എന്നൊരു ഡയറക്ടറുണ്ട്. പിന്നെ ബോംബെ ബസാർ ഏതൊരു പടമൊക്കെ ചെയ്ത് അങ്ങനെ ഒന്നിൻ്റെ പടം ചെയ്തിരുന്നത്, അങ്ങനെയുള്ള ഒരു പടമുണ്ട്. പിന്നെ അങ്ങനെ ഇതാണ് പേര്. പിന്നെ അതാണ് എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ കുറച്ച് പ്രതീക്ഷയുള്ള കാരണം. കാരണം അതിനകത്ത് പ്രത്യേകത എന്താ വെച്ചാൽ പറഞ്ഞ മാതിരി അതിനകത്ത് കണ്ണ് കാണാത്ത ഒരാളാണ്. ഒരുപാട് നമ്മൾ പറയുമ്പോൾ ചായക്കടക്കാരന് ഒരുപാട് വേഷം ചെയ്തത്, പക്ഷേ ഈ ചായക്കടക്കാരൻ്റെ കണ്ണ് കാണാത്തൊരു ചായക്കടക്കാരനാണ്. അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു വെറൈറ്റി അതിനകത്ത് വരും, പുതിയ ക്യാരക്ടറായിട്ട്. അപ്പോൾ നമ്മൾ കുറേ കാലം കണ്ണ് കാണാത്ത ആളെ എങ്ങനെ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ണ് കാണൂല, പക്ഷേ കണ്ണ് കാണും ചെയ്യും ആൾക്ക്. എന്ന് പറഞ്ഞാൽ അത്രയും കാലം ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഉള്ളത് കൊണ്ട് ആ പരിചയം വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അതിൽ മറ്റേ നമ്മുടെ ദിലീപ് പോത്തൻ, ദിനേശ് പോത്തൻ, അവരായിട്ടുള്ള ഒരു ഫൈറ്റൊക്കെ ഉണ്ടായിരുന്നത്. പ്രതീക്ഷയുള്ള സിനിമയാണ് അന്ന് അദ്ദേഹത്തെ പറയുന്നത്. എല്ലാവരും കാണണം. പിന്നെ പ്രിയൻ സാറിൻ്റെ ഒക്കെ വർക്ക് എങ്ങനെയാണ് പഴയ സിനിമ ഇതുമായിട്ടുണ്ടായിരുന്ന ഒരു ആ കൂടിച്ചേരൽ എങ്ങനെയാണെന്നൊക്കെ അറിയണമെങ്കിൽ എന്തായാലും നിങ്ങളെല്ലാവരും അതിനെല്ലാം ഈ 9 സംഭവങ്ങളും എല്ലാവർക്കും കാണാൻ മാത്രമേ ഉണ്ടാവും എന്നുള്ള കാര്യം തീർച്ചയാണ്. എല്ലാവരും അത് കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. നമസ്കാരം. താങ്ക് യു. താങ്ക് യു.